കമ്മുണ്ണേരി പാപ്പാൻ്റെ കുരുത്തം പൊരുത്തമാണ്. കമ്മുണ്ണേരി പാപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് കൊടുത്തതായ ഒരു നൂറ്, ആ പ്രകാശം അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു. കേരളത്തിൽ ഉടനീളം നോക്കുമ്പോൾ വലിയ വലിയ ഔലിയാക്കന്മാർ അവിടുത്തെ ശിഷ്യപരമ്പരയിൽ കാണും. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അനുജന്മാരെ, ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ, ഞാൻ ഇന്ന് ദർസെടുത്തുമ്പോഴും മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, വലിയ മഹാഭാഗ്യമാണ് കേട്ടോ, വലിയ മഹാഭാഗ്യമാണ് കേട്ടോ. നമുക്ക് ഈ ചർച്ചകളൊക്കെ നടത്താൻ പുറം ലോകത്തെന്താ നടക്കുന്നത്, പുറത്തെന്താ നടക്കുന്നത്? മുഴുവൻ സമയങ്ങളും നഷ്ടപ്പെടുത്തുകയല്ലേ. നല്ല സമയങ്ങളൊക്കെ ചെറുപ്പക്കാരായ ആൾക്കാർ നഷ്ടപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ ഭാഗ്യമാണ്. 5 നേരം സമയത്തിന് നിസ്കരിക്കാൻ കഴിയുന്നു, ഖുർആൻ ഓതാൻ കഴിയുന്നു, മഹാന്മാരായ ആളുകൾ എഴുതി വെച്ചതായ കിതാബുകൾ നോക്കാൻ കഴിയുന്നു. തഅല്ലിമീങ്ങളെ, ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു എഴുതിയ അൽഫിയ, ആ അൽഫിയ അവിടുത്തെ കാഫിയ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് ചുരുക്കിയിട്ട് എഴുതിയതാണല്ലോ അത്. ആ കാഫിയ 2000-ലധികം ബൈത്തുണ്ട്. അതിപ്പോൾ കിട്ടുന്നുണ്ട്. അത് ഹസാമിനൽ കാഫിയത്തിൽ ഖുലാസ എന്ന് അവസാനം പറഞ്ഞില്ലേ, ആ കിതാബ് ഇപ്പോൾ ലഭ്യമാണ്. 2000-ലധികം ബൈത്ത് അതുണ്ട്. അതിൽ നിന്നിട്ട് 1000 ബൈത്തായി മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അൽഫി എഴുതിയെങ്കിൽ മുതഅല്ലിമീങ്ങളെ, ആ അൽഫി എടുത്തിട്ട് ഖല മുഹമ്മദുൻ ഹുവ ബിനു മാലിക്കി, പിന്നെന്താ സുബ്ഹാന ജല്ല ജലാലു. ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാർ ചൊല്ലിയ വരികളാണത്. ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാർ ചൊല്ലിയ വരികളാണത്. ധാരാളം ഹവാശികളിലും ശുറൂഹുകളിലും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ കമാ ഖാല ഫിൽ ഖുലാസ എന്ന് കാണാം. ഖുലാസയിൽ പറഞ്ഞതുപോലെ, ഇബ്നു മാലിക് ഖുലാസയിൽ പറഞ്ഞതുപോലെ എന്ന് കാണാം. ആ കിതാബ് ഓതുവാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ എന്തൊരു സന്തോഷം വേണം നമുക്ക്. മഹാന്മാരായ ആൾക്കാർ ഓതിയ കിതാബുകൾ, മഹാനായ കോട്ടൂർ ഉസ്താദിൻ്റെ മാസ്റ്റർ പീസുകൾപ്പെട്ടൊരു കിതാബാണ് അൽഫിയ. അതിൽ വല്ലാത്ത അവഗാഹമാണ്, അതിൽ വല്ലാത്ത കഴിവാണ്. സൊബ്ബാനൊക്കെ കോട്ടൂർ ഉസ്താദിന് മനപ്പാടാണ്. സൊബ്ബാന് മുഴുവൻ അൽഫിയ തിരിയണമെങ്കിൽ സൊബ്ബാന് നോക്കന്നെ വേണം. സൊബ്ബാന് നോക്കുമ്പോഴേ അൽഫിയ തിരിയുള്ളൂ. ഉഷ്മൂനിയുടെ ഷറഹായ സൊബ്ബാൻ, ആ സൊബ്ബാനിക്ക് തഖ്രീറുൽ അംബാബി എന്ന് പറഞ്ഞിട്ട് അംബാബി തഖ്രീർ എഴുതിയിട്ടുണ്ട്. പഴയ കാലത്ത് ലഭിച്ചിരുന്നു, ഞാൻ ആ അംബാബി കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മഹാനായ കമ്മുണ്ണൂർ പാപ്പാൻ്റെ ശിഷ്യനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അൽഫി ദർസെടുത്തുമ്പോൾ എൻ്റെ ഉപ്പ പറയാറുണ്ട്, അൽഫി ദർസെടുത്തുമ്പോൾ ആ അൽഫിൻ്റെ കൂടെ തസ്രീഹ് വെക്കും, സൊബ്ബാന് വെക്കും, മക്ബദി വെക്കും, ഫത്ഹുൽ ജലീൽ വെക്കും. ഈ കിതാബുകളൊക്കെ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു തരും. ഈ കിതാബുകളൊക്കെ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു തരും. ഒരു ദിവസം നിങ്ങൾ ആ ദർസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയും, നമുക്കൊന്നും കഴിയില്ല, പിരാന്ത് പിടിക്കും. ഒരു ദിവസം ഒരു 1/2-3/4 മണിക്കൂർ ക്ലാസ്സിൻ്റെ സമയം ഒരു അല്പാണ്ട് നീണ്ടുപോയാൽ ഇതെന്തിനാ അങ്ങനെല്ലാം കൂടി പറഞ്ഞത്, എന്തിനാ അതെല്ലാം കൂടി പറഞ്ഞത്? സുബ്ഹാന ജല്ല ജലാലു, എന്തിനാ അതെല്ലാം കൂടി പറഞ്ഞിട്ട് എത്ര നേരം അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് ഈ പോണത്? അൽഫിൻ്റെ ഷാരിഹുൽ അവ്വലും ഷാരിഹു സാനിയും എന്താണ് വ്യത്യാസം? ഷാരിഹുൽ അവ്വലും ഷാരിഹു സാനിയും കൂടി സുബ്ഹാന ജല്ല ജലാലു ഷാരിഹു സാനിയൊക്കെ തെർക്കീബ് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു, എന്തിനപ്പം അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. ചിലപ്പോൾ അത് നിമ്നിയായ ഒരു എഴുത്തുറാവാനുള്ള സാധ്യത ഉണ്ട്. ഷാരിഹ് അവ്വൽ, ആ ഷാരിഹ് അവ്വൽ ഇപ്പയാണ്, ഷാരിഹ് സാനി മോനാണ്, വലിയ മഖ്ദൂമാണ് ഷാരിഹ് അവ്വൽ. ആ മഖ്ദൂമിൻ്റെ മോൻ അബ്ദുൽ അസീസ് മഖ്ദൂമാണ് ഷാരിഹ് സാനി. രണ്ടുപേരുടെയും ഷറഹ് ഒരുപാട് വ്യത്യാസമുണ്ട്. വളരെ സഹലായിട്ടാണ്, എളുപ്പമായിട്ടാണ് ഷാരിഹ് സാനി ഷറഹ് എഴുതിയത്. ഷാരിഹുൽ അവ്വൽ വല്ലാത്ത വിശദീകരണമായിട്ട് ചിലപ്പോൾ ഷാരിഹ് സാനി മനസ്സിൽ ഇങ്ങനൊക്കെ ഷറഹ് എഴുതി കുട്ടികളെ ഇടങ്ങറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഇങ്ങനൊക്കെ ഷറഹ് എഴുതിയിട്ട് ഇടങ്ങറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സുബ്ഹാന ജല്ല ജലാലു എവിടുന്നൊക്കെ ഷവാഹിദ് ബൈത്തുകൾ കൊടുത്തിട്ട് പല ഷവാഹിദ് ബൈത്തുകളും നോക്കുമ്പോൾ ഖായിലിനെ അറിഞ്ഞില്ല, ആരാ പറഞ്ഞതെന്ന് അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരുപാട് ഷവാഹിദ് ബൈത്തുകൾ. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു രസം? എന്തോ ഒരു രസമാണ് ആ ബൈത്തുകളൊക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. മുതഅല്ലിമീങ്ങളെ, അതോതാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാഭാഗ്യവാന്മാരാണ്, മഹാഭാഗ്യവാന്മാരാണ്. കാരണം ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാർ ഓതിയ കിതാബ്. ഇമാം
നബവി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആൾക്കാർ, മഹാനായ അമ്പർത്ത തങ്ങൾ പാപ്പ അടക്കമുള്ള ആൾക്കാർ, പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് വലിയുള്ള അടക്കമുള്ള ആൾക്കാർ, താജുൽ ഉലമ അടക്കമുള്ള ആൾക്കാർ, ഇവരൊക്കെ ഓതിപ്പടിച്ച കിതാബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഓതാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ അതൊരു വലിയ സൗഭാഗ്യമായി നമ്മൾ കാണണം. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖറവിയായ മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനൗറുകൾ, താജുൽ ഉലമ മഹാനൗറുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഓതിപ്പടിച്ചത്. വളരെ പ്രയാസപ്പെട്ട്. അവിടുത്തെ ഉപ്പ നേരത്തെ മരിച്ചുപോയി, പിന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പല ആളുകളെടുത്തും പോയി ഓതിയിട്ടുണ്ട്. അങ്ങനെ കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വക്കൽ നിന്നിട്ടുള്ള ഓത്താണ് മഹാനായ താജുൽ ഉലമക്ക് കാര്യമായി കിട്ടിയത്. മുതഅല്ലിമീങ്ങളെ, താജുൽ ഉലമ ഓതിപ്പടിക്കുന്ന കാലത്ത്, മുതഅല്ലിമാകുന്ന കാലത്ത് നാട്ടിലേക്ക് വരുമ്പോൾ താമസിക്കാൻ വീടുണ്ടായിരുന്നില്ല. താജുൽ ഉലമ താമസിച്ചിരുന്നത് കരുവന്തിരുത്തി പഴയ ജുമഅത്ത് പള്ളിൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. പഴയ ജുമഅത്ത് പള്ളിക്ക് 2 തട്ടുണ്ട്. അതിൽ 2ാമത്തെ തട്ടിൻ്റെ മുകളിലായിരുന്നു താജുൽ ഉലമ താമസിച്ചിരുന്നത്. എന്നിട്ട് ഷാബാനിക്ക് ദർസ് നിർത്തി വന്ന് ആ ഷാബാൻ്റെ ലീവിൽ താജുൽ ഉലമ പള്ളിൻ്റെ മുകളിൽ കയറി അൽഫിൻ്റെ ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലും. അൽഫിൻ്റെ ബെയ്ത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് കേൾക്കും, അങ്ങാടിയിലേക്ക് കേൾക്കുമ്പോൾ ആൾക്കാർ പറയും, കുഞ്ഞിക്കോയ തങ്ങൾ ദർസ് നിർത്തി വന്നിക്കണമെന്ന് പറയും. കുഞ്ഞിക്കോയ തങ്ങൾ ദർസ് നിർത്തി വന്നിരിക്കുന്നു. കുഞ്ഞിക്കോയ തങ്ങൾ എന്നൊരു താജുൽ ഉലമൻ്റെ പേരാ. സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്നാണ് താജുൽ ഉലമ. കുഞ്ഞിക്കോയ തങ്ങൾ ദർസ് നിർത്തി വന്നിരിക്കുന്നു എന്ന് നാട്ടുകാരെ അറിയൽ ഈ അൽഫിൻ്റെ ബെയ്ത്ത് കേൾക്കുമ്പോഴാണ്. നോക്കണം നിങ്ങൾ. അങ്ങനെ ചൊല്ലി പഠിച്ച ആളാണ് മഹാനായ താജുൽ ഉലമ. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ വക്കൽ നിന്ന് പ്രധാനപ്പെട്ട പല കിതാബുകളും ഓതി എല്ലാ തഹ്ഖീഖാത്തുകളും മഹാനൗറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ താജുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ നീട്ടിപ്പറയുകയല്ല, നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കാൻ അവസരം നൽകിയെങ്കിൽ, ആ ഇൽമിന് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയം നൽകിയെങ്കിൽ, ഫഇന്നൽ ഇശ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇൽമുമായി ബന്ധപ്പെടൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇൽമുമായി ബന്ധപ്പെടൽ ഇബാദത്തുകളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇബാദത്തുകളെ കൂട്ടത്തിൽ ഇൽമുമായി ബന്ധപ്പെടുക എന്നത്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങളായ ആളുകൾക്ക് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ കൊണ്ട് സഹായിക്കുമെന്നും ചിറക് താഴ്ത്തി കൊടുക്കുമെന്നും ഹദീസിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ ഖറജ ഫീ തലബിൽ ഇൽമി കാന ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖറജ ഫീ തലബിൽ ഇൽമ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്താൽ, ഇൽമ് അന്വേഷിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നിട്ട് പള്ളിയിലേക്ക് വന്നാൽ, കോളേജിലേക്ക് വന്നാൽ, കാന ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. കാന ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഹത്താ യർജിഅ, ഇൽമ് നേടി തിരിച്ചു പോകുന്നത് വരേക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അന്നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, ലൻ യശ്ബഅ മുഅ്മിനുൻ മിൻ ഖൈരിൻ ഹത്താ യകൂന മുൻതഹാഹു അൽ ജന്ന. മുഅ്മിനായ ഒരു മനുഷ്യനിക്ക് ഖൈറ് കിട്ടിയിട്ട് അവനക്ക് വയറ് നിറയില്ല. അവൻ്റെ ലക്ഷ്യം സ്വർഗമാകുന്നവരെ, സ്വർഗത്തിലേക്ക് എത്തുന്നത് വരേക്കും അവനക്ക് ഇൽമ് കിട്ടിയിട്ട് വയറ് നിറയില്ല. എന്ന് വെച്ചാൽ ഇൽമ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഞാൻ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ മുതഅല്ലിമായിട്ടുണ്ട്. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ മുതഅല്ലിമായി. അവിടുത്തെ 1ാം മുദരിസ് ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദ് തന്നെയായിരുന്നു 1ാം മുദരിസ്. എൻ്റെ മുതഅല്ലിമീങ്ങളെ, അവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട കോയണ്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പിണ്ണാക്ക് തിന്നിട്ടാണ് ഓതിയിരുന്നത്.
ഈ പിണ്ണാക്ക് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? എന്താ ഇങ്ങനെ ആ സാധനം അന്ന് നാൽക്കാലികൾക്ക് കൊടുക്കുന്ന സാധനമാണ്. അത് തിന്നിട്ടാണ് അത് തിന്നുന്നതിന് 2 മാനുണ്ട്. ഒന്ന് അത് കുറഞ്ഞ വിലക്ക് കിട്ടുന്നൊരു സാധനമാണ്. രണ്ടാമത്തത് അത് കുറേ നേരം വിശപ്പ് ഒതുക്കി വെക്കുന്ന ഒരു സാധനം. ഉസ്താദ് പറയുന്നു, എങ്ങനെയാണ് ഓതിയത്? പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ 1940 ശേഷം വല്ലപ്പുഴക്കാരൻ ഖാലിദ് മുസ്ലിയാർ മുദരിസായപ്പോഴാണ് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത്. ശമ്പളം അതിൻ്റെ മുമ്പ് പൊന്നാനി ജുമാഅത്ത് പള്ളിയിലെ മുദരിസ്മാർക്ക് ശമ്പളമില്ല. പിന്നെന്താ അവർ ചെയ്യുക? ഫ്രീ ആയിട്ട് അള്ളാഹിൻ്റെ വജഹിന് വേണ്ടി ദർസ് നടത്തുന്നു. ശമ്പളമില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷണമില്ല. മുദരിസിനും ഭക്ഷണമില്ല, മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണമില്ല. പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ഇപ്പോഴും ദർസുണ്ട്. ഒരൊറ്റ കുട്ടിക്കും വീടുകളിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല, ഒരു കാലത്തും കിട്ടില്ല. ആ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ട് പൊന്നാനിക്കാർക്ക് പരിചയമില്ല. ഞാനവിടെ മുതഅല്ലിമായിട്ട് ഓതിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ ജീവിച്ചത്? ഞാൻ 984 വർഷത്തിൽ അവിടെ ഓതുമ്പോൾ അന്ന് അവിടെയുള്ള മഖ്ദൂം ഉണ്ടായിരുന്നു. ആ മഖ്ദൂം ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയുങ്ങൾ? ആ മഖ്ദൂം ജീവിച്ചിരുന്നത് മിസ്വാക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ജീവിച്ചിരുന്നത്. മിസ്വാക്ക് എന്നിപ്പോൾ അതിൻ്റെ താരീഫ് വേറെ പറയേണ്ടി വരും. മിസ്വാക്ക് എന്ന് പറഞ്ഞ സാധനം അതിന് വേറെ താരീഫ് പറയേണ്ടി വരും. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ ചകിരി കൊണ്ട് ഉണ്ടാക്കുന്ന. ഓക്കെ ഉസ്താദ് എപ്പോഴും ചിലപ്പോഴും ഒരു തമാശ പറയലുണ്ട്. ഊരകത്തേര് തല്ലൂടിയമായിരുന്നു അറിയും. ഓക്കെ ഉസ്താദ് ഊരകത്തേര് തല്ലൂടിയമായിരുന്നു. എന്താ സംഭവം എന്ന് പറയുന്നത്? ഊരകത്തുനിന്ന് ഒരാൾ ബോംബേക്ക് പോയി. മുംബൈ പഴയ ബോംബെയാണ്. അവിടെ പോയി കച്ചവടത്തിന് പോയി. അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എടാ സുഹൃത്തിനോട് പറഞ്ഞു, എടാ ഒരു 2 ചക്രം, ഒരു ചക്രം മുന്നിൽ, ഒരു ചക്രം പിന്നിൽ, നടുവിലൊരു വടി, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ചക്രം മുന്നിൽ, ഒരു ചക്രം പിന്നിൽ, നടുവിലൊരു വടി, അതിൻ്റെ മേലൊരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ സാധനം? സൈക്കിള്. അപ്പോൾ സൈക്കിളിന് അന്ന് ഇസ്മു വന്നിട്ടില്ല, മുസമ്മേ വന്നിട്ടുള്ളൂ. മുസമ്മണ്ട്, ഇസ്മില്ല. ഏതുപോലെ? മലയാള ഭാഷ പോലെ. മലയാള ഭാഷക്ക് അത് നേരത്തെ മലയാള ഭാഷ ഉണ്ടെങ്കിലും ആ ഭാഷക്ക് വിശദീകരണവും അതേപോലെ തന്നെ അതിന് വേണ്ടതൊക്കെ പിൽക്കാലത്തുണ്ടായത്, ലിപി ഉണ്ടായത് തുഞ്ചൻ എഴുത്തച്ഛൻ്റെ കാലത്താണ്. തുഞ്ചൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കിയത്. ആ മലയാള ഭാഷയ്ക്ക് തുഞ്ചൻ എഴുത്തച്ഛൻ ലിപി ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അറബി മലയാള ലിപി നമ്മുടെ അടുത്തുണ്ട്. അറബി മലയാള ലിപി ആദ്യമായിട്ട് അറബി മലയാള ലിപിയിൽ ഇവിടെ എഴുതപ്പെട്ട ഗ്രന്ഥം മുഹൈദ്ദീമാലയാണ്. അറബി മലയാള ലിപി എന്ന് പറയുന്നത് ഇപ്പോൾ അത് വളരെ കുറവാണ് കിട്ടുന്നത്. അറബി മലയാള ലിപിയിൽ ആദ്യമായി എഴുതപ്പെട്ട ഗ്രന്ഥം മുഹൈദ്ദീമാലയാണ്. അതിനുശേഷം രണ്ടാമതായി എഴുതപ്പെട്ടത് നൂൽ മദ്ഹമാലയാണ്. എന്നിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് മലയാളത്തിന് ലിപി ഉണ്ടായിരിക്കുന്നത്. പിൽക്കാലത്ത് വന്നത് അങ്ങനെ. അപ്പോൾ അതേപോലെ ഈ സാധനത്തിൻ്റെ പേര് പിന്നെ വന്നത്. അപ്പോൾ ഈ മുഹാത്തബായ ഇത് പറഞ്ഞ ഈ വ്യക്തി പറയാണ്, ഞാൻ സമ്മതിക്കൂലായിരുന്നു, എൻ്റെ അക്കല് സമ്മതിക്കണില്ലായിരുന്നു. എന്തേ കാരണം? അക്കല് സമ്മതിക്കണില്ല. അയാൾ ദലീലിൻ്റെ അടിസ്ഥാനത്തിൽ സുബൂത്താക്കുകയാണ്. ഇയാൾക്കിത് അനുഭവമാണ്. ഇതിനാണ് മഹാനായ ഓക്കെ ഉസ്താദ് ഉദാഹരണം പറഞ്ഞത്. അക്കലിയായ ദലീൽ കൊണ്ട് സുബൂത്താക്കുന്നു. അക്കലിയായ ദലീലിൻ്റെ അപ്പുറമാണ് ഏത്? റുഇയത്തും മുശാഹദത്തും ഒക്കെ അതിൻ്റെ അപ്പുറമാണ്. ഇയാളെ അക്കലിയായ ദലീൽ കൊണ്ട് സുബൂത്താക്കുകയാണ്. ഈ 2 ചക്രത്തിനക്ക് ഒറ്റക്ക് പോകാൻ കഴിയണില്ല. കാരണം ഒറ്റക്കില്ല, മറിഞ്ഞു പോകും. ഈ 2 ചക്രം അതിൻ്റെ നടുവിൽ വടി വെച്ചും കണ്ട് ഇത് ഒറ്റക്ക് പോകില്ല, അത് മറിഞ്ഞു പോകും. അത് ഏത് അക്കലും സമ്മതിക്കണ ഒരു കാര്യമല്ലേ? പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ അതിൻ്റെ മേലെ കയറ്റിയിട്ട് പോകാമെന്നാണ് ആര് ചോദിക്കണത്? മറ്റവൻ ചോദിക്കണം. അങ്ങനെ തല്ലൂടിയെന്ന് രണ്ടാളും. ഇയാൾ പറഞ്ഞത് ഓനും സമ്മതിച്ചില്ല, മറ്റവൻ പറഞ്ഞ ഇവനും സമ്മതിച്ചില്ല. ഒരാളെ അക്കലിയായ ദലീൽ കൊണ്ട് പറയുന്നു, മറ്റാൾ ഇത് പറയണം. നേർക്ക് നേരുള്ള വിഷയം പറഞ്ഞു. ഞാൻ എന്തിനത് പറഞ്ഞത്? എങ്ങനെ?
മിസ്വാക്കിനെ പറ്റി പറഞ്ഞ. അപ്പം മിസ്വാക്ക് എന്ന് പറയുന്ന സാധനം അതെന്താണ് എന്ന് പറഞ്ഞു തരാൻ, അത് നിങ്ങളെ ദിഹിനിൽ അതിൻ്റെ സൂറത്തുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ സൂറത്ത് നിങ്ങളൊക്കെ ബ്രഷിൻ്റെ ഒരു സൂറത്തായിരിക്കും നിങ്ങളെ ദിഹിലുണ്ടാവും. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറബിയിൽ അത് നമ്മൾ കിതാബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പറഞ്ഞിരുന്നത് ഒരു ചകിരി കൊണ്ട് വളഞ്ഞ രൂപത്തിൽ ഉണ്ടാക്കും. അത് വെള്ളത്തിലിട്ട് ഉണക്കിയിട്ട് കത്തി കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ട് മിസ്വാക്ക് ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കിയിട്ടായിരുന്നു അന്നത്തെ മഖ്ദൂമ് ജീവിച്ചിരുന്നത്. ഇതുണ്ടാക്കി മിസ്വാക്ക് ഉണ്ടാക്കിയിട്ടാണ് ജീവിച്ചിരുന്നത്. വേറൊരു വരുമാനമില്ല, വേറെ ഒരു വരുമാനമില്ലാതെയാണ് ജീവിച്ചിരുന്നത്. അവരുടെ പക്കൽ നിന്ന് 25 പൈസ കൊടുത്തിട്ട് ഞാൻ മിസ്വാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 25 പൈസ കൊടുത്തിട്ട്. 25 പൈസ ഇപ്പം നിങ്ങളാരും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, ആ സാധനം കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അത് കൊടുത്തിട്ട് മിസ്വാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഉള്ളവൻ മഹാനായ താജുൽ ഉലമൻ്റെ നാട്ടിൽ ദർസ് നടത്തുമ്പോൾ ബസ്സിൻ്റെ മിനിമം ചാർജ് 50 പൈസയാണ്. ഞാൻ ദർസ് നടത്തുന്നു, ബസ്സിൻ്റെ മിനിമം ചാർജ് 50 പൈസ. 50 പൈസ കാണാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, അത് കാണാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അങ്ങനെ ഓതി പഠിച്ചിട്ടാണ് ഈ ഇൽമ് നമ്മുടെ കയ്യിലേക്ക് വന്നത്. ഭക്ഷണമുണ്ടായിരുന്നില്ല, ശമ്പളമുണ്ടായിരുന്നില്ല. ഞങ്ങൾ 83, 84 പൊന്നാനിയിൽ ദർസിന് വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 മുദരിസ്മാർ, മൊത്തം 4 മുദരിസ്മാരുണ്ടായിരുന്നു. 2 മുദരിസ്മാർക്ക് ശമ്പളവും ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കണ്ടതാണ്. 2 മുദരിസ്മാർക്ക് ഭക്ഷണമില്ല, ശമ്പളമില്ല. അവർ ഫ്രീ ആയിട്ട് ദർസ് എടുത്തുക, അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി ദർസ് എടുത്താണ്. ഇന്ത്യയിൽ ആദ്യമായി മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത സ്ഥാപനം ഏതാണെന്ന് അറിയുങ്ങൾ? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത സ്ഥാപനം 1712 കീഴക്കരയിൽ ഉള്ള അൽ മദ്രസത്തുൽ അറൂസിയ എന്ന് പറഞ്ഞ ആ സ്ഥാപനമാണ്. മാപ്പിള ആലിം സാഹിബിനെ പോലത്തെ വലിയ വലിയ മഹാന്മാരുള്ള സ്ഥലമാണ് കീഴക്കര. സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ആ മക്ബറയുടെ അടുത്ത സ്ഥലമാണ് ഈ മദ്രസത്തുൽ അറൂസിയ. ആ മദ്രസത്തുൽ അറൂസിയയിലാണ് ആദ്യമായി മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിട്ട് അവരെ താമസിപ്പിച്ചു കൊണ്ടിട്ട് സംവിധാനമുള്ളത്. ഈ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ശമ്പളം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രമായിരുന്നു ഇൽമ് പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും. എന്നിട്ട് മഹാനായ എൻ്റെ ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ പിണ്ണാക്ക് തിന്നും, അതേപോലെ തന്നെ മറ്റ് വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കും, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാനൊക്കെ പൊന്നാനിയിൽ ഓതാൻ വേണ്ടി പോകുമ്പോൾ അവിടെ മദ്രസ തന്നെ ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ അവിടെ ഇല്ലെന്ന്. എന്തുകൊണ്ട്? മദ്രസ പ്രസ്ഥാനം ഇവിടെയൊക്കെ ഉണ്ടായിട്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഓത്തുപള്ളികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. എല്ലാ ഉലൂമുകളും പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല വിവരമുണ്ട്. അതൊക്കെ മഖ്ദൂം തങ്ങളുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ എല്ലാം ഫ്രീ ആയിട്ട്. അതാണല്ലോ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, മുത്തഫരിദിൻ്റെ മുസന്നിഫ് ആരാണ്? അതേപോലെ തന്നെ ബാബു മാരിഫത്ത് സോറൻ്റെ മുസന്നിഫ് ആരാണ്? ബാബു മാരിഫത്തുൽ കുബറൻ്റെ മുസന്നിഫ് ആരാണ്? ആർക്കറിയാം? ഈ അടുത്ത കാലത്താണ് അതൊക്കെ കണ്ടുപിടിച്ചത്. അവരാരും തന്നെ മുസന്നിഫിൻ്റെ പേര് എഴുതൂല, കിതാബ് എഴുതുന്നല്ലാതെ കിതാബിൻ്റെ മുസന്നിഫിൻ്റെ പേര് എഴുതൂല. അങ്ങനെ എഴുതിയിട്ട് ഞങ്ങൾക്കൊരു റിയാവും സുന്നത്തും ലോകമാന്യവും ഒന്നും വേണ്ട, ഞങ്ങളാരും അറിയണ്ട, ഞങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അറിഞ്ഞാൽ മതി. പൊന്നാനിയിൽ നിന്ന് അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അതിൻ്റെ മുസന്നിഫീങ്ങൾ അറിയില്ല, ആരാന്നറിയില്ല. കയ്യെഴുത്ത് കൃതികൾ എമ്പാടുമുണ്ട്. ഇർഷാദുൽ അലിബായിൻ്റെ കയ്യെഴുത്ത് കോപ്പികൾ അതുണ്ടായിരുന്നു. മഹാനായ വൈലത്തൂർ ബാവുസ്താദ് ഒരിക്കൽ എഴുതി ഇർഷാദുൽ അലിബൻ്റെ കോപ്പികൾ കിട്ടുന്നില്ല. അതിക്കിയൻ്റെ ഷറഹാണ് ഇർഷാദുൽ അലിബ. ആ ഇർഷാദുൽ അലിബൻ്റെ കോപ്പികൾ കിട്ടുന്നില്ലെന്ന് എഴുതി. ആ സമയത്ത് അതിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കയ്യെഴുത്ത് കൃതിയായിട്ട് പൊന്നാനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഒരു അങ്ങനെ ഒരുപാട് വീടുകളിൽ ഒരുപാട് കിതാബുണ്ടായിരുന്നു. അവിടെ ധാരാളം വീടുകളിൽ ധാരാളം നല്ല നല്ല കിതാബുകൾ, കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അതുക്കി എഴുതാൻ അവലംബമാക്കിയത് അരിസാലത്തുൽ ഖുദ്സിയ എന്ന് പറയുന്ന കിതാബാണ്. അരിസാലത്തുൽ ഖുദ്സിയ എന്ന് പറയുന്ന കിതാബ് സൈനുദ്ദീൻ അൽ ഖവാഫി റഹ്മത്തുള്ളാഹിൻ്റെ കിതാബാണ്.
സൈനുദ്ദീൻ അൽ ഖവാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബായ റിസാലത്തുൽ ഖുദ്സിയ അടിസ്ഥാനമാക്കിയാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അതുക്കി എഴുതിയത്. ആ റിസാലത്തുൽ ഖുദ്സിയൻ്റെ കയ്യെഴുത്ത് കൃതി അവിചാരിതമായി എനിക്ക് ലഭിച്ചു. അത് കിട്ടാനുണ്ടായിരുന്നില്ല. അതും ഈ കയ്യെഴുത്ത് കൃതികൾ ലഭിച്ചു. അതൊക്കെ എഴുതിയിട്ട് സുബ്ഹാന ജല്ല ജലാലു തുഹ്ഫ 10 ജുസും എഴുതി സൂക്ഷിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. തൽഖീസിൻ്റെ മത്തനുകൾ പൂർണ്ണമായി എഴുതപ്പെട്ടതായി അവിടെ കാണാം. സുബ്ഹാന ജല്ല ജലാലു വെല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്തിലെ ലൈബ്രറിയിലെ മുകൾ തട്ടിലുള്ള കിതാബുകൾ മുഴുവനും കയ്യെഴുത്ത് കൃതികളാണ്. ഒരു ഗ്രന്ഥം പരതുന്നതിൻ്റെ ഇടയിൽ വാഖിയാത്തിലെ ഞാൻ ബാഖവി ആയതുകൊണ്ട് പരതാനുള്ള അവസരമൊക്കെ കിട്ടി. ഈയിടെ അവിടെ പോയി ഒരു ഗ്രന്ഥം പരതിയപ്പോൾ മഹാനായ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനൗറുകൾ തെഹ്ദീബിൻ്റെ ഷറഹു തെഹ്ദീബ് തഫ്താസാനിൻ്റെ ആണല്ലോ, ഷറഹ് ഫാദിലിൻ്റെതാണല്ലോ. ആ തെഹ്ദീബിൻ്റെ ഒരു ഖിസ്മേ നമുക്ക് കിട്ടുന്നുള്ളൂ. മന്തിഖ് ഫി ഇൽമിൽ മന്തിഖ് വൽ കലാം. മന്തിഖ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, കലാം കിട്ടിയിരുന്നില്ല. ആ തെഹ്ദീബിൻ്റെ കലാം കണ്ടു ഞാൻ അവിടെ, കയ്യെഴുത്ത് കൃതി. ഇൽമുൽ മന്തിഖ് അതുപോലെ തന്നെ ഇൽമുൽ കലാം രണ്ടും തഫ്താദാനിക്കുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലേതേ ഉള്ളൂ? മന്തിക്കേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കലാമില്ല. ഉസ്താദുമാരൊക്കെ പറഞ്ഞിരുന്നത് കിട്ടാനില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് കിട്ടാനില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ബാക്കിയാത്തിൻ്റെ പ്രിൻസിപ്പളെ സംസാരിച്ചപ്പോൾ അവരും അതറിയില്ല. നോക്കുമ്പോൾ വാ അജബ, അത് മാത്രമല്ല അതിന് ഷറഹുകൾ, അതിന് ഹവാശികൾ, വിവിധങ്ങളായ ഹവാശികൾ. കലാം തെഹ്ദീബിൻ്റെ കലാമിനിക്ക് വിവിധങ്ങളായ ഹവാശികൾ. ഇതൊക്കെ കയ്യെഴുത്ത് കൃതികളും അതിൽ നല്ലൊരു ശതമാനം ഫാരിസി ഭാഷയിലാണ്. അതുകൊണ്ടാണ് ഫാരിസി ഭാഷ നമുക്ക് അനിവാര്യമായൊരു ഭാഷയാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ഫാരിസി ഭാഷയിലുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ, കുറച്ചൊന്നുമല്ല. എല്ലാ ഗ്രന്ഥങ്ങൾക്കും പരിഭാഷയുണ്ട്. മുല്ലാ ഹസന് വരെ പരിഭാഷയുണ്ട്. എങ്ങനെ ഉണ്ടാവും അതിൻ്റെ കോലം? അതിന് വരെ പരിഭാഷയുണ്ട്. അതുവരെ ഫാരിസിയിൽ പരിഭാഷ, ഉറുദുവിലും പരിഭാഷയുണ്ട്, ഫാരിസിയിലും പരിഭാഷ. ഉറുദുക്കാർക്കും അങ്ങനെ സ്വഭാവമുണ്ട്. എല്ലാ കിതാബിനും ഒരു പരിഭാഷ എഴുതും, എല്ലാ കിതാബിനും എഴുതിയിട്ടുണ്ടാവും. ഞാൻ പറയുന്ന മുത്തഅല്ലിമീങ്ങളെ അങ്ങനെ കയ്യെഴുത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളായി അധ്വാനിച്ചിട്ടാണ് ഈ ഇൽമ് നമ്മളിലേക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് എന്ത് അധ്വാനമുള്ളത്? ഇന്ന് നിങ്ങൾക്ക് ഈ രൂപത്തിൽ ബെഞ്ചുണ്ട്. കുറച്ചും കൂടി പുരോഗമിച്ചാൽ ഡെസ്കും കസേരയുമുണ്ട്. ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു ബെഞ്ചുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നിരത്തിയിരുന്നിട്ടാണ് ഓതിയിരുന്നത്. അങ്ങനെയായിരുന്നു ഓതിയിരുന്നത്. അങ്ങനത്തെ യാതൊരു സംവിധാനം അതിൻ്റെ മുമ്പ് അതും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ അധ്വാനിച്ചുണ്ടാക്കി നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് വഴികാട്ടിത്തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമുകൾ ഈ കാണുന്ന രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയാണ്. നിങ്ങളറിയുമോ, ഞങ്ങളൊക്കെ മുതഅല്ലിമാകുന്ന നമ്മളൊക്കെ ഓതി പഠിക്കുന്ന കാലഘട്ടത്തിൽ ജമ്മുൽ ജവാമിൻ്റെ മൻഉൽ മവാനി എന്നൊക്കെ കാണുന്നല്ലാതെ ആ കിതാബ് കണ്ടിരുന്നില്ല. ആ മൻഉൽ മവാനിയടക്കം മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിൻ്റെ ശറഹ് എഴുതാൻ മഹല്ലി ഇമാം അവലംബമാക്കിയിരുന്നത് കാഫിൽ മുഹ്താജാണ് അവലംബമാക്കിയത്. ഇമാം മഹല്ലി മിൻഹാജിന് ശറഹ് എഴുതുമ്പോൾ കാര്യമായി അവലംബമാക്കിയത് ഇമാം അസ്നവിയുടെ കാഫിൽ മുഹ്താജാണ്. ആ അസ്നവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാഫിൽ മുഹ്താജ് പരിപൂർണമായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കാഫിൽ മുഹ്താജും അതിൻ്റെ തെക്കിമിലത്ത് കാഫിൽ മുഹ്താജും ഇത് രണ്ടും ഇന്ന് ലഭ്യമാണ്. അതൊക്കെ ലഭ്യമാണ്. ചുരുക്കത്തിൽ എല്ലാ കിതാബുകളും മത്ലബുൽ ആലി ഇബ്നു റിഫഅത്ത് തങ്ങളുടെ മത്ലബുൽ ആലി 108 വാള്യങ്ങളുണ്ട്. ഇബ്നു റിഫഅത്ത് തങ്ങളുടെ മത്ലബുൽ ആലി 108 വാള്യങ്ങളുണ്ട്. അത് എൻ്റെ അടുത്തുണ്ട്. 108 വാള്യങ്ങളുണ്ട്. അത് എന്തായിരുന്നു അവരുടെയൊക്കെ പവർ? എങ്ങനെയായിരുന്നു അവരൊക്കെ അധ്വാനിച്ചിരുന്നത്? ഷാഫി ഫിഖ്ഹിലുള്ള വലിയ കിതാബാണ്. അങ്ങനെ എമ്പാടും കിതാബുകൾ, നിഹായത്തുൽ മത്ലബ് അടക്കമുള്ള കിതാബുകൾ ഇന്ന് ലഭ്യമാണ്. മുഴുവൻ കിതാബുകളും ലഭ്യമാണ്. എല്ലാ ശുറൂഹുകളും ഹവാശികളും ലഭ്യമാണ്. അത് നോക്കാൻ നമുക്കൊന്നും സമയമില്ലെന്ന് മാത്രം. അത് നോക്കാനും മനസ്സിലാക്കാനും നമുക്ക് സമയമില്ലെന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്, മഹാനായ സയ്യിദ് ഉസ്താദ് എഴുതിയ ഫത്ഹുൽ മുഈൻ, അതേപോലെ തന്നെ അൽഫിയ, ഇതിൻ്റെയൊക്കെ തഅലീഖാത്ത് എത്ര ആൾ നോക്കിയിട്ടുണ്ടാവും? ആ തഅലീഖാത്ത്
ആ ഫത്ഹുൽ മീൻ്റെ മുഖദ്ദിമയിലുള്ള ഒരുപാട് ഖുറാസുകൾ എത്ര ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും? അവരത് എഴുതിയുണ്ടാക്കിയില്ലേ? ആ എഴുതിയത് നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. വാഖിയാത്തു സാലിഹാത്തിൻ്റെ വലിയൊരു വാഖിയാത്തു സാലിഹാത്തിൻ്റെ പ്രിൻസിപ്പാൾ പറഞ്ഞു, കേരളത്തിൽ നിന്ന് വരുന്ന മുതഅല്ലിമീങ്ങൾ വലിയ കഴിവുള്ളവരായിരുന്നു. ഇപ്പോൾ അവരുടെ കഴിവൊക്കെ ശോഷിച്ചിരിക്കുന്നു. എല്ലാത്തിനും കഴിവുള്ളവരായിരുന്നു, എല്ലാ വിഷയങ്ങൾക്കും ഒരു കഴിവുള്ളവരായിരുന്നു. ഇപ്പോൾ ആ കഴിവുകളൊക്കെ ശോഷിച്ചിരിക്കുന്നു. ലക്ഷ്യം മാറിയിരിക്കുന്നു എന്നർത്ഥം. ലക്ഷ്യം മാറിയിരിക്കുന്നു. മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മുണ്ണിയിൽ പാപ്പ തലക്കടത്തൂരിൽ മുദരിസായതിന് ശേഷമാണ് ആ നാട് നന്നായത്, ആ നാട്ടിലെ ജനങ്ങൾ നന്നായത്. ഒരു ആലിമ് ഒരു സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരൊക്കെ നന്നാവുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. അക്രിമുൽ ഉലമാ, നിങ്ങൾ ഉലമാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം. ഫഇന്നഹും വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ അക്രമഹും ഫഖദ് അക്രമല്ലാഹ വറസൂലഹു, ആരെങ്കിലും ആ ഉലമാക്കളെ ബഹുമാനിച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും അവർ ബഹുമാനിച്ചവരായെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവും റസൂലും ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വിഭാഗമാണ് ഉലമാ. അള്ളാഹും റസൂലും ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞൊരു വിഭാഗമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ തങ്ങൾ ഇൽമ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദുആയിരുന്നോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി വസിദ്നി ഇൽമ വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അവിടുത്തെ ദുആയിലുണ്ടായിരുന്നു. അവിടുത്തെ ദുആ ഇൽമ് വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി അവിടെ നിന്ന് എപ്പോഴും ദുആയിരുന്നിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഫിൽ മുസ്തദറകി മിൻ ഹദീസ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാല കുൻതു അന വ അബൂ ഹുറൈറ വ ആഖറു ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും വേറെ ഒരാളും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുകയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്ഉ, നിങ്ങൾ ദ്വാരക്കൂ എന്ന് പറഞ്ഞു. സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്, വേറെ ഒരാളുമുണ്ട്, ആളെ പേര് കാണുന്നില്ല. നിങ്ങൾ ദ്വാരക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു. ആ സമയത്ത് ഫദഅഉതു അന, മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറയാണ്, ഞാൻ ദ്വാരുന്നു. വ സാഹിബി, എൻ്റെ കൂട്ടുകാരനും ദ്വാരുന്നു. വ അമ്മനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ഞങ്ങൾ ദ്വാരുന്നു, റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. അങ്ങനെയും പറ്റും. ആ സദസ്സിലുള്ള ഏറ്റവും വലിയ ആളെന്നെ എന്ത് ചെയ്തോളന്നില്ല, ദ്വാരുന്നോളന്നില്ല, തങ്ങൾ തന്നെ ദ്വാരുന്നോളന്നില്ല, ആർക്കും ദ്വാരക്കാം. അതും കൂടി തെളിവാക്കാനാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് ഹൈഫദ് ദുന്യ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്. അവിടെയല്ല വിഷയം. റസൂലുള്ളാഹി ദ്വാരുന്നു, ഞങ്ങൾ ദ്വാരുന്നു, റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. സുമ്മ ദഅ അബൂ ഹുറൈറ, ഇവിടെയാണ് മുതഅല്ലിമീങ്ങളെ ഷാഹിദ്. സുമ്മ ദഅ അബൂ ഹുറൈറ, അബൂ ഹുറൈറ തന്നവർ ദ്വാരുന്നു. ഫഖാല, അബൂ ഹുറൈറ തന്നവർ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിസ്ല മാ സഅലക സാഹിബായ, അല്ലാഹുവേ എൻ്റെ രണ്ട് കൂട്ടുകാർ ചോദിച്ചതുപോലെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. മിസ്ല മാ സഅലക സാഹിബായ, എൻ്റെ രണ്ട് കൂട്ടുകാർ ചോദിച്ചതുപോലെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അസ്അലുക ഇൽമൻ ലാ യുൻസാ, അതുകൂടി ചോദിച്ചു. വ അസ്അലുക ഇൽമൻ ലാ യുൻസാ, ഞാൻ ഇൽമു ചോദിക്കുന്നു, മറക്കാൻ പാടില്ല, ലാ യുൻസാ, മറക്കപ്പെടാത്ത ഇൽമ്, ആ ഇൽമ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഅമ്മന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്ത് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ഫഖുൽന, അപ്പം ഞങ്ങൾ രണ്ടാളും പറഞ്ഞു, സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളും റജുലുൻ ആഖർ പറഞ്ഞു, വനഹനു കദാലിക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കും അങ്ങനെ ഒന്ന് കിട്ടണമല്ലോ, ഞങ്ങൾക്കും ഇൽമുൽ ലാ യുൻസ കിട്ടണമല്ലോ. ആദ്യം അവർ രണ്ടാളും ദ്വാരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളും റജുലുൻ ആഖറും ദ്വാരുന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓര് ചോദിച്ചതുപോലെ ഞാനും ചോദിക്കുന്നു, അതിൻ്റെ പുറത്ത് ഏതും വേണം, ഇൽമുൽ ലാ യുൻസ വേണം. അപ്പോൾ രണ്ടാളും അപ്പോഴാണ് ഓർത്തത്, പക്ഷേ അത് ഞങ്ങൾക്കും വേണല്ലോ, അത് ഞങ്ങൾക്കും വേണല്ലോ. വനഹനു കദാലിക യാ റസൂലല്ലാഹ് ഫഖാല സബഖകുമാ അൽ ഗുലാമുദ് ദൗസി, അത് കൊടുത്തു പോയി മക്കളെ, അതിന് കിട്ടൂല. അതാർക്ക് കൊടുത്ത്? അബൂ ഹുറൈറ തന്നവർക്ക് കൊടുത്ത്, അത് കിട്ടൂല.
അത് ഒരാൾക്കത് കൊടുക്കുള്ളൂ. ചാൻസ് ഉപയോഗപ്പെടുത്താൻ നോക്കണം. മുത്തഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, പഴയകാല മുത്തഅല്ലിമീങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ പോക്കറ്റിൽ എപ്പോഴും ഒരു പേനയുണ്ടാകും, കുറച്ച് കടലാസുകളും ഉണ്ടാകും. കിട്ടുന്ന ഇൽമുകളൊക്കെ എഴുതി വെക്കും. കിട്ടുന്ന ഇൽമുകൾ മഹാനായ സയ്യിദ് ഉസ്താദിൻ്റെ അരപ്പട്ട നിറയെ കടലാസുകളായിരിക്കും. എന്തെങ്കിലും മസാല ചോദിച്ചാൽ അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ കടലാസ് നിന്ന് എടുത്തുകൊണ്ട് എന്ന് പറയും. ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തും എഴുതി വെക്കുന്ന സ്വഭാവം, എല്ലാം എഴുതി വെക്കുന്ന സ്വഭാവം മുത്തഅല്ലിമീങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വലിയ മഹാന്മാരെ കാണുമ്പോൾ, സ്വാലിഹീങ്ങളെ കാണുമ്പോൾ അവരോടൊക്കെ നാഫിയായ ഇൽമ് കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറയണം. നാഫിയായ ഇൽമ് കിട്ടുക എന്നുള്ളതിനേക്കാൾ വലുതൊന്നുമില്ല. മുത്തു റസൂലുള്ളാഹി ദ്വാരുന്നതാണ്, അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി വസിദ്നി ഇൽമ എന്ന് മുത്തു റസൂലുള്ളാഹി ദ്വാരുന്നതാണ്. അവിടുത്തെ ദ്വായിലുള്ളതാണ്. സ്വാലിഹീങ്ങളെ കണ്ടാലൊക്കെ നാഫിയായ ഇൽമ് കിട്ടണം എന്ന് അവരോട് പറയണം. അതോടുകൂടെ മുത്തഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, ഉസ്താദുമാരെ വല്ലാതെ ആദരിക്കണം. നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഉസ്താദുമാരുണ്ടായിരിക്കണം. ഈ ഉസ്താദുമാരെ തള്ളിപ്പറഞ്ഞവരാണ് വഹാബികൾ. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദുഹു നിങ്ങളൊക്കെ കേട്ട് കാണും, അവൾക്ക് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഇ.കെ. ഹസൻ മുസ്ലിയാർ 57 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. 57 വയസ്സേ മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളൂ. വഹാബി എന്ന് പറയില്ല, വഹാബി എന്നേ പറയുള്ളൂ. വാവ് കൊണ്ട് പറയില്ല, ഓ കൊണ്ടേ പറയുള്ളൂ. വഹാബി എന്നേ പറയുള്ളൂ. എന്തേ കാരണം? വഹാബ് അള്ളാൻ്റെ പേരല്ലേ, അങ്ങനെ ഓല ബഹുമാനിക്കണ്ടെന്ന്. വഹാബിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടിട്ട് ആരെ പറയണ്ട, ഓല വഹാബികളെന്നേ അസമൂലിയിൽ പറയുള്ളൂ. വഹാബി എന്ന് പറയില്ല. മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 29 വയസ്സേ മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളൂ. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 10 കൊല്ലം നമ്മുടെ ഈ കേരളത്തിൽ വഹാബികൾക്കെതിരെ പടയോട്ടം നടത്തിയ ആളാണ്. ഞാൻ ദർസ് നടത്തുന്ന ആ മഹല്ലിലാണ് മഹാനായ പതി ഉസ്താദ് ആദ്യമായി വന്നത്. അവിടെയാണ് മഹാനവറുകൾ, അവിടെ വന്നു എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ഈ നാട്ടുകാരനല്ല, അത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ആളാണ്. കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് പതി ഉസ്താദിന്. പതി ഉസ്താദിനെ നിങ്ങൾ കേട്ടുകൊണ്ടെന്നറിയില്ല. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മുഹീദ്ദീമാല അത് ശിർക്കിൻ്റെ കൂടാരമാണെന്ന് എടവണ്ണ അലവി മൗലവി പറഞ്ഞപ്പോൾ, എടവണ്ണ അലവി മൗലവി മുഹീദ്ദീമാല അത് ശിർക്കിൻ്റെ കൂടാരമാണെന്ന് പറഞ്ഞപ്പോൾ, മുഹീദ്ദീമാല സത്യസമ്പൂർണമാണെന്ന് ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓടി നടന്ന ആളാണ് മഹാനായ പതി ഉസ്താദ്. പതി ഉസ്താദിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? ഒരു വഹാബി എവിടെയെങ്കിലും പ്രസംഗിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ വഹാബി ഇങ്ങോട്ട് പ്രസംഗിച്ചിങ്ങോട്ട് നിർത്തുമ്പോൾ വന്നിട്ട് ചോദിക്കും, ആരുടെ വഹാബി? അപ്പോഴാണ് ഇയാൾ അറിയപ്പോൾ പതി വന്നിക്കണമെന്ന്. ആരും വിളിച്ചിട്ടുണ്ടാവില്ല, ക്ഷണിച്ചിട്ടുണ്ടാവില്ല, ഒന്നിട്ടുണ്ടാവില്ല. വഹാബിയോട് പ്രസംഗിച്ചിട്ട് നിർത്തിയാൽ ഉടനെ പറയും, ആരുടെ വഹാബി, എന്താടാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയും. അപ്പം പറയും. അപ്പോൾ ഒരു കാറിൽ, അന്ന് ആകെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു കാറുള്ളൂ, ആ ഒരു കാറുമ്പോൾ മൈക്കും കെട്ടിയിട്ട് നടക്കുകയാണ്. എല്ലാ ദിവസത്തേക്കും പെർമിഷൻ നേരത്തെ എടുത്തിട്ടാണ്. അങ്ങനെ മൈക്കും കെട്ടിയിട്ട് എവിടെ വഹാബി ഉള്ളെങ്കിൽ അവിടെ പോയിട്ട് ഓനുണ്ട് പ്രസംഗിച്ചിട്ടാകുമ്പോൾ ചില സ്ഥലത്ത് നിന്ന് വഹാബി പോലും പാഞ്ഞുകൾ പതിനെ കണ്ടിട്ട് പാഞ്ഞുകൾ എവിടെടാ, എന്താടാ, ഏതാടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പ്രസംഗിക്കുക. ഫസ്റ്റിൽ തന്നെ പറയും, എടാ തീപ്പെട്ടിയുമ്പോൾ നോക്കിയിട്ട് ഇംഗ്ലീഷ് പഠിച്ചവനല്ലടാ നീ എന്ന് ചോദിക്കുക. അങ്ങനെ അറിയാം, നിങ്ങൾ തീപ്പെട്ടി കണ്ടുകടാ. അപ്പോൾ ആ തീപ്പെട്ടിയുമ്പോൾ ചില ഇംഗ്ലീഷ് ഉണ്ടാവും. അത് പതി ഉസ്താദിൻ്റെ പ്രയോഗം തന്നെ അങ്ങനെ. തീപ്പെട്ടിയുമ്പോൾ നോക്കിയിട്ട് ഇംഗ്ലീഷ് പഠിച്ചവനല്ലടാ നീ, സാലിസൂട്ട് എന്ന് എഴുതും ചെയ്യും, കാലിക്കറ്റ് എന്ന് വായിക്കുകയും ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഭാഷ അല്ലടാ ഞങ്ങളെ ഭാഷ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. സുബ്ഹാന ജല്ല ജലാലു. ആ പതി ഉസ്താദ് എങ്ങാനും കേരളത്തിലേക്ക് മലബാറിലേക്ക് വന്നിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അവസ്ഥ എന്താവെന്ന് പറയും നിങ്ങൾ. ഗണ്ണനത്തിന് അത്ര വലിയ പ്രാക്ടീസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മഹാനവറുകൾ ഇങ്ങോട്ട് വന്ന് നെടിയിരിപ്പിൽ വെച്ചിട്ട് മുഹീദ്ദീമാല സത്യസമ്പൂർണമാണെന്ന് സ്ഥാപിക്കേണ്ടി വന്നു. എടവണ്ണ അലവി മൗലവി സമ്മതിച്ചു, മുസ്ലിയാർ പറയുന്ന മാതിരിയാണെങ്കിൽ മുഹീദ്ദീമാല സത്യസമ്പൂർണം തന്നെ എന്ന് പറയേണ്ടി വന്നു. മുസ്ലിയാർ പറയുന്ന മാതിരിയാണെങ്കിൽ പറഞ്ഞു. ഈ പതി ഉസ്താദ്
തഫ്സീറുൽ ജലാലീനി വരെ ഓതിയിട്ടുള്ളൂ. തുഹഫ കണ്ടിട്ടില്ല. ആ തുഹഫൻ്റെ ഇബാറത്തൊക്കെ ഇങ്ങനെ വായിക്കണ കേട്ടാൽ അത്ഭുതപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലദുന്നിയായ ഇൽമു കൊടുത്ത മഹാന്മാരിൽപ്പെട്ടതാണ്. മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാണ്, മൻ അമില ബിമാ അലിമ, അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്താൽ, അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്താൽ അല്ലമഹുല്ലാഹു മാ ലം യഅലം, ഓൻ അറിയാത്തതൊക്കെ അള്ളാഹു കൊടുക്കും, ഓൻ അറിയാത്തൊക്കെ അള്ളാഹു കൊടുക്കും. മഹാനായ താജുൽ ഉലമ ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദിൻ്റെ അടുത്ത് കൂവത്ത്, തളിപ്പറമ്പിലെ കൂവത്തിൽ ഓതി പഠിക്കുന്ന കാലത്ത് ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നുഖ്ബത്തുൽ ഫിക്ർ ഏൽപ്പിച്ചു കൊടുത്തു. അത് ഓതി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അത് ഓതി കൊടുത്തു. പിന്നെ മുല്ലാജാമി ഏൽപ്പിച്ചു കൊടുത്തു. ഷാഫിൻ്റെ ഇബ്നു ഹാജിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷാഫിയുടെ ശറഹാണത്. അത് പിന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ തങ്ങൾ മുല്ലാജാമി ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് മുല്ലാജാമി ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. താജുൽ ഉലമ തന്നെ ഇത് പറഞ്ഞത്. അപ്പോൾ താജുൽ ഉലമ പറയുകയാണ്, ഞാൻ ആ സാധനം കണ്ടിട്ടെന്നില്ല, ഈ മുല്ലാജാമി എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടെന്നില്ല. അങ്ങനെ വായ്പ വാങ്ങിച്ച്, ഒരാളെ പക്കൽ നിന്ന് വായ്പ വാങ്ങിച്ചിട്ട് ഞാൻ മുല്ലാജാമി ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഷംസുൽ ഉലമ കുട്ടിയോട് ചോദിക്കും, എങ്ങനെയുണ്ട് ദർസ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. തിരിഞ്ഞുണ്ടോ നിങ്ങൾക്ക്, പറഞ്ഞൊക്കെ തിരിഞ്ഞുണ്ടോ, നുഹ്ബയാണോ തിരിഞ്ഞത് മുല്ലാജാമിയോ തിരിഞ്ഞത് ചോദിക്കും. അപ്പോൾ പറയും നുഹ്ബനേക്കാൾ ഉഷാറാണ് മുല്ലാജാമി എന്നാണ് അവർ പറയും. അപ്പോൾ ഒരിക്കലും എന്നോട് ഷംസുൽ ഉലമ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ആ ഹാസിന് മഹസൂലിൻ്റെ ബഹത്തൊക്കെ എത്തിയാൽ എന്നോട് ഒന്ന് ചോദിച്ചോളിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ എന്നോ കഴിഞ്ഞു പോയി അറിഞ്ഞു. അതെ, അതൊക്കെ എവിടുന്ന് അത് കിട്ടിയത്, കാണാത്ത കിതാബ് എവിടുന്ന് ചെല്ലും, അതൊക്കെ ഒന്ന് നോക്കണം, മുല്ലാജാമിയൊക്കെ നോക്കണം. അപ്പം അതിൻ്റെ കഥ അറിയണമെങ്കിൽ. അപ്പോൾ എവിടുന്ന് കിട്ടിയതൊക്കെ അതാണ് മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അത് നമ്മൾ അടിസ്ഥാനപരമായി കാണണം. പിന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പതി ഉസ്താദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാവും, ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാവും. മഹാനായ പതി ഉസ്താദ് എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാവും. ഇവിടെ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. ഉമർ മൗലവി ഉസ്താദിൻ്റെ കുരുത്തക്കേട് മേടിച്ച ആളാണ്. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാരോട് നിങ്ങൾ മുസ്ലിം ആവണമെന്ന് വഫാത്തിൻ്റെ സമയത്ത് എഴുതിയ ആളാണ്. മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നല്ല മരണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഹാബികളാണ്. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച്, ഉലമാക്കന്മാരെ സംബന്ധിച്ച് നല്ല മരണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ഐറ്റിങ്ങളാണ്, വഹാബികളാണ്. ഉലമാഇനെ മുഴുവനും തള്ളിപ്പറഞ്ഞു, ഉലമാഇനെ മുഴുവനും ഇസ്ലാമിൻ്റെ പുറത്തുള്ളവരാക്കി. ആരായ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വഫാത്തിൻ്റെ ഘട്ടത്തിൽ അവർക്ക് കത്തെഴുതി, ഉമർ മൗലവി നിങ്ങൾ മുസ്ലിം ആവണമെന്ന് പറഞ്ഞ് കത്തെഴുതി. നിങ്ങൾക്ക് നല്ല മരണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് മഹാന്മാർക്കൊക്കെ നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഈ വഹാബികളാണ്. അവർക്ക് അത് പറയാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സനദാണ്. ആ സനദ് പൊട്ടിക്കുകയാണ് അബുൽ അഅ്ലാ മൗദൂദി ആദ്യം ചെയ്തത്. അബുൽ അഅ്ലാ മൗദൂദി ആദ്യം ചെയ്തത്, എനിക്ക് പരമ്പരാഗതമായി കിട്ടിയ ദീൻ ചങ്ങല ഞാൻ പൊട്ടിച്ചു കളയുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായ മതമുണ്ടാക്കിയ ആളാണ് അബുൽ അഅ്ലാ മൗദൂദി. ഇങ്ങനെ മുത്ത് റസൂലുള്ളാഹിലേക്ക് ഉസ്താദുമാരുടെ എത്തുന്ന ആ സനദാകുന്ന ചങ്ങല പൊട്ടിച്ചവരാണ് വഹാബികളും അതേപോലെ തന്നെ മൗദൂദികളും. അബുൽ അജ്ഹൽ മർദൂദി എന്നാണ് അന്ന് പറഞ്ഞത്. അബുൽ അഅ്ല മൗദൂദി എന്ന് പറഞ്ഞപ്പോൾ അതിന് അന്നത്തെ ഉലമാക്കൾ പറഞ്ഞ എന്താണെന്നറിയോ, അബുൽ അജ്ഹൽ മർദൂദി. ഉലമാക്കൾ അങ്ങനെ ഉടനെ നല്ല മറുപടി പറയും. കൊടിയത്തൂർ അബ്ദുൽ അസീസ് മൗലവി എന്ന് പറഞ്ഞിട്ടൊരു മൗലവി നിസ്കാരത്തിൽ കൈ കെട്ടേണ്ടത് നെഞ്ചിൻ്റെ മേലിലാണെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് ആൾ പേരിട്ട് ചൊട്ട് എന്ന് പേരിട്ടു. മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ ആ പുസ്തകത്തിന് മറുപടി എഴുതി ചൊട്ടിനൊരു തട്ട് എന്ന് പറഞ്ഞിട്ടൊരു മറുപടി എഴുതി. ആ പുസ്തകം എൻ്റെ അടുത്തുണ്ട്, അതിൻ്റെ അറബി മലയാളത്തിലുള്ളത്. അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു, തട്ടിനൊരു കൊട്ട് എന്ന് പറഞ്ഞാണ്ട് അതിന് വേറെ പുസ്തകം എഴുതി. അപ്പോൾ സദഖത്തുള്ള പറഞ്ഞു കൊട്ടിനൊരു മുട്ട് എന്ന് പറഞ്ഞാണ്ട് എന്ത് കൂട്ടൻ്റെ മറുപടിയാണ്. പഴയ മഹാനായ സദഖത്തുള്ള ഉസ്താദ് അതിൽ എഴുതിയിട്ടുണ്ട്,
മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലസ്സദി നെഞ്ചിൻ്റെ മേൽ കൈവച്ചു എന്ന് വായിൽ ഇബ്നു ഹുജർ തങ്ങളെ ഹദീസുണ്ട്. നെഞ്ചിൻ്റെ മേൽ കൈവച്ചു. അവിടെ സദഖത്തുൽ ഉസ്താദ് എഴുതിയിട്ടുണ്ട്, ഈ അലക്ക് അലാലിൽ ഇസ്തിഇലാ വമാന ഫീ വഅൻ. അലക്ക് ഇസ്തിഇലായിൻ്റെ മാനുണ്ട്, അതേപോലെ തന്നെ തജാവുസിയായ അന്നിൻ്റെ മാനുണ്ട്. മഹല്ലി തങ്ങൾ അവിടെ അന്നിൻ്റെ മാനയെ കൊടുത്തുകണത്. അപ്പോൾ സദഖത്തുൽ ഉസ്താദ് അവിടെ എഴുതി, അലക്ക് ഇസ്തിഇലായിൻ്റെ മാന വെക്കുകയാണെങ്കിൽ, നെഞ്ചിൻ്റെ മേലെ നിന്ന് മാന വെക്കുകയാണെങ്കിൽ ഈ ചങ്ങായി കെടുക്കണം, അപ്പോഴേ ആ മാന അവിടെ സാധിക്കാവുള്ളൂ. കെടുക്കുമ്പോഴേ മേലെ ഉസ്താദ് ഇതാ അപ്പോഴേ മേലെ ആവുള്ളൂ. നോക്കുങ്ങൾ അപ്പോഴേ അപ്പം ഇതിപ്പോൾ മേലാവില്ല, സൈഡിലല്ലേ ആവുള്ളൂ. മേലാവണമെങ്കിൽ എന്തെങ്കിലും കിടക്കണ്ടേ. പഴയ ഉസ്താദുമാർ ചെയ്ത അധ്വാനങ്ങളാണിത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് വായിച്ചപ്പോൾ, അത്ഭുതപ്പെട്ടു പോയി. സദഖത്തുൽ ഉസ്താദിൻ്റെ ഒരു ബാണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ തലക്കടത്തൂർ ചെന്നപ്പോൾ, തലക്കടത്തൂർ ആകെ സദഖത്തുല്ലാഹി ഉസ്താദിനൊക്കെ ഉണ്ടായിരുന്ന കിതാബാണത്. ഒരു ബാണ്ടം, ഒരു ഒരു ഇത് പൊഞ്ഞിട്ട് ഒരു പടത്തി പൊഞ്ഞിങ്ങാണ്ട് ഞാനതൊക്കെ തുറന്നു നോക്കി, അതിലുള്ള സാധനങ്ങളൊക്കെ നോക്കി. അതിപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അത് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ മഹാനവറുകൾക്കുണ്ടായിരുന്ന ഒന്നും ഉണ്ടാവില്ല. ഒരു കിതാബൊക്കെ നെഞ്ചത്തുണ്ട്, ഒറ്റ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഹിഫ്ളാ, എല്ലാം മനപ്പാടാം. അതുകൊണ്ടാണ് അതവിടെ ഉണ്ടായിരുന്നു. അവിടെ ദർശനത്തിട്ട് പോകുമ്പോൾ അതവിടെ വെച്ചുകൊണ്ട് പോയതാണ്. ഒരു ഇതല്ലാണ്ട് അത്രയ്ക്ക് വലിയ കഴിവുള്ള ആളാണ്. അത് വളരെ ശരിയല്ലേ. നെഞ്ചിൻ്റെ മേലെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ കെടുക്കേണ്ടി വരുമല്ലോ, അപ്പോഴല്ലേ അതാവുള്ളൂ, നെഞ്ചിൻ്റെ മേലെ ആവുള്ളൂ. അതുകൊണ്ടാണ് മഹല്ലിമാമ് നെഞ്ചിനെയും വിട്ട് എന്നുള്ള അർത്ഥം അവിടെ കൊടുക്കാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ കുരുത്തും പൊരുത്തുമാണ് ഇവിടെയുള്ള ആലിമീങ്ങൾക്ക് മുഴുവനും ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, എല്ലാ ദിവസവും ദർസാണ്. വ്യാഴാഴ്ച യഹ്യാ സുന്നി എന്ന് വന്നാൽ നേരെ കുണ്ടൂർക്ക് പോകും, അവിടെ ബുഖാരിയാണ്. വെള്ളിയാഴ്ച ചങ്ങാനിയിൽ അസറിന് ശേഷം ബുഖാരിയാണ്, അതിലൊരു മെമ്പറാണ് ഞാൻ, അവിടെ ബുഖാരി. ശനിയാഴ്ച രാവിലെ ദർസിന് പോകും. എല്ലാ ദിവസവും ദർസാണ്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ എല്ലാ ദിവസവും ദർസ് നടത്താനുള്ളൊരു തൗഫീഖ് എങ്ങനെ ഉസ്താദിന് കിട്ടിയത് ചോദിച്ചു. എങ്ങനെ കിട്ടിയത് ചോദിച്ചു. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ ഉസ്താദുമാരൊക്കെ എന്നെ മുദരീസാക്കിക്കണമെന്നാണ്. എൻ്റെ ഉസ്താദുമാർ മഹാനായ ഉണ്ണിൻകുട്ടി പാപ്പയാണ് കാര്യമായ ആദ്യത്തെ ഉസ്താദ്. അവരെനിക്ക് ദർസേൽപ്പിച്ചു തന്നു. മഹാനായ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ എനിക്ക് ഏൽപ്പിച്ചു തന്നു. ബഹറുലും ഓക്കെ ഉസ്താദ് എനിക്ക് ഏൽപ്പിച്ചു തന്നു. എല്ലാവരും എനിക്ക് ദർസേൽപ്പിച്ചു തന്നു. ആ ദർസ് ഇപ്പോഴും നടക്കുന്നു. അവരൊക്കെ തന്നെ ഉസ്താദുമാരെപ്പോഴും പറയും, ഉസ്താദുമാരെ മദ്ഹുകൾ പറയും. ഈ ഉസ്താദുമാരെ തള്ളിപ്പറയുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഉസ്താദുമാരെ തള്ളിപ്പറയുന്നു. അതോടുകൂടെ തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മരണം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ കെണിവലയിലൊന്നും പെടരുത്. നിങ്ങളോട് പറയാനുള്ളത്, മഹാനായ പതി ഉസ്താദ് പറഞ്ഞത്, ഒരു ഒഹാബി, ഏതൊരു ഒഹാബി ഉണ്ടോ ഉസ്താദിൻ്റെ കുരുത്തക്കെടുണ്ടാവും. ഏതൊരു ഒഹാബി ഉണ്ടോ ഉസ്താദിൻ്റെ കുരുത്തക്കെടുണ്ടാകും. ഉസ്താദുമാരങ്ങ് തള്ളി, റഈസുൽ ഉലമനെ തള്ളി, സുൽത്താനുൽ ഉലമയെ തള്ളി, ഉസ്താദുമാരൊക്കെ തള്ളിയിട്ട് ആ തള്ളിയ സ്വഭാവമുള്ളത് അബുൽ അഅ്ലാ മൗദൂദിക്കാണ്. അയാളാണ് പറഞ്ഞത്, ഖുർആൻ സമझने के लिए एक പ്രൊഫസർ കാഫി ഹേ. ഖുർആൻ മനസ്സിലാക്കാൻ പ്രൊഫസർ മതി എന്ന് വെച്ചാൽ ഒരു ഭാഷ അറിയുന്ന ആൾ മതി, ഉസ്താദൊന്നും വേണ്ട, ഒരു ഭാഷ അറിയുന്ന ആൾ മതി, ഏക്ക് പ്രൊഫസർ കാഫി ഹേ എന്ന് പറഞ്ഞതാണ് അയാൾ. അങ്ങനെ ഉസ്താദുമാരെ മുഴുവനും തള്ളിയ വിഭാഗം ഇവിടെ വഹാബികളും മൗദൂദികളുമാണ്. അതുകൊണ്ട് തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയാകുന്ന കണ്ണിയെ അവർ മുറിച്ചവരാണ്. ഏത് ഒരാളെയും വിലയിരുത്താൻ എൻ്റെ മുത്തഅല്ലിമിനോട് പറയാനുള്ളത്, ഒരാൾ നല്ലവനാണോ അല്ലാത്തവനാണോ എന്ന് വിലയിരുത്താൻ ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തുണ്ടോ ഓ നല്ലവനേക്കാരം. ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തില്ലേ ഓനിതൊക്കെ പിത്തനയാക്കും. കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ അഹഖുൽ മുഹഖിഖീൻ മഹാനവറുടെ ദർസിൽ ചേകനൂർ ഓതിയിരുന്നു. കേട്ടിട്ടില്ല ഞങ്ങൾ? ചേകനൂർ ഓതിയിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, ഇവൻ ഇതൊക്കെ പിച്ച് ചീന്തും, ഇവൻ ഇതൊക്കെ പിച്ച് ചീന്തും എന്ന് അന്ന് മഹാനവറുകൾ പറഞ്ഞതാ. ഉസ്താദുമാരുടെ കുരുത്തക്കെട് തട്ടിയ ആളാണ് അവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പല കോലത്തിലും ആൾക്കാരിപ്പുണ്ട്. അവർ പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല മൗലൂദും റാത്തീബും ഒക്കെ നടത്തും. നമുക്ക് വിലയിരുത്താൻ, നമുക്ക് അവർ നല്ലവരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം
ഒരു ഉസ്താദ്മാരെ പറ്റി നല്ലത് പറയുന്നുണ്ടോ? ഉസ്താദന്മാരെ മദ്ഹ് പറയുന്നുണ്ടോ? മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ വലിയോറ ദാറുൽ മആരിഫിൻ്റെ സമ്മേളനത്തിന് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ വെച്ചിട്ടും ഓക്കെ ഉസ്താദിനെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സുലൈമാൻ ഉസ്താദ് എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഉസ്താദുമാരെ മാറ്റി നിർത്തിയിട്ട് അവർക്കൊന്നുമില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട കമ്മുണ്ണിൽ പാപ്പാൻ്റെ ശിഷ്യനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഉസ്താദ്. ആ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ പറ്റി എപ്പോഴും ഉസ്താദ് പാപ്പ പറയും. അവിടുത്തെ ആ കുടുംബവുമായി ഇപ്പോഴും ബന്ധമാണ്. അവിടുത്തെ ഉസ്താദിൻ്റെ കുടുംബവുമായി ഇപ്പോഴും ബന്ധമാണ്. ഇങ്ങനെ ഉസ്താദുമാരുമായിട്ടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹം, ആ സ്നേഹമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എല്ലാ ഉലമാക്കൾക്കും ഉള്ളത്. ഉസ്താദുമാരെ തള്ളിപ്പറയുന്നവർ, അതേപോലെ തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ, ആ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നല്ല മരണം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർ വഹാബികളും അതേപോലെ തന്നെ മൗദൂദുകളും ആയിരുന്നു. പതി ഉസ്താദിനെ സംബന്ധിച്ച് അവരങ്ങനെ പറഞ്ഞിരുന്നു. പതി ഉസ്താദിനിക്ക് നല്ല മരണം കിട്ടിയിട്ടില്ല എന്ന് വഹാബികൾ പറഞ്ഞിരുന്നു. മർഹൂം ഇ.കെ. അസം മുസ്ലിയാർക്ക് നല്ല മരണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ കത്തെഴുതിയത്. അതേപോലെ തന്നെ മഹാനായ കണ്ണീത്ത് ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനെ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പടവാളുകളാകുന്ന ആൾക്കാർ, കുറ്റിപ്പുറം ഉസ്താദും അങ്ങനെ തന്നെയായിരുന്നു. വഹാബികളോട് വലിയ എതിർപ്പായിരുന്നു. അവരോട് വലിയ എതിർപ്പായിരുന്നു. അവർക്ക് പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തുന്ന അവസരത്തിൽ ഒരു വഹാബിയുടെ നേതാവ് മരിച്ചു. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന് മുകളിലുള്ള ഉസ്താദ് കുറ്റിപ്പുറം ഉസ്താദിനെ ക്ഷണിച്ചപ്പോൾ ഞാൻ മയ്യത്ത് സ്കരിക്കുലാറ് 1960-കളിൽ ഞാൻ മയ്യത്ത് സ്കരിക്കും, വഹാബിൻ്റെ മയ്യത്ത് സ്കരിക്കുലാറ്. മന്ത്രി വരെ വന്ന് പറഞ്ഞു. അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, അയാൾ സ്കരിക്കുലാറ്. പ്രിയപ്പെട്ട ഇങ്ങനെ വഹാബികളോട് വലിയ വെറുപ്പുള്ളവരായിരുന്നു. അവർ പങ്കെടുക്കുന്ന കല്യാണങ്ങളിൽ ഞാൻ പങ്കെടുക്കൂല, എൻ്റെ മക്കളും പങ്കെടുക്കൂല എന്ന് കുറ്റിപ്പുറം ഉസ്താദ് പരസ്യമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ അവർ ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിയിൽ സുന്നികളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യൂല എന്ന് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചു. വഹാബികളായ ആൾക്കാർ കമ്മിറ്റിയിലുണ്ടായപ്പോൾ അവരെ പുറത്താക്കി, വഹാബികളെ പുറത്താക്കി. ഇങ്ങനെയൊക്കെ വഹാബികളോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന, ബിദ്അത്തിൻ്റെ അഹ്ലുകാരോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഉലമാക്കൾ, ശരീഅത്ത് പറയുന്ന ഉലമാക്കൾ, ഹഖീഖത്തും തരീഖത്തും നല്ലപോലെ അറിയുന്ന ഉലമാക്കൾ, ആ ഉലമാക്കളെ പ്രിയപ്പെട്ടവരെ നിശിതമായി വിമർശിക്കുകയും അവർക്കൊന്നും നല്ല മരണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന വഹാബികൾ എക്കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉമർ മൗലവി അദ്ദേഹമാണ് മഹാനായ അസം മുസ്ലിയാരെ സംബന്ധിച്ച് ഇ.കെ. അസം മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു മഹാനുകളെ പറ്റി പറഞ്ഞത്. പതി ഉസ്താദിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ മഹാന്മാരെ പറ്റിയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, ഉസ്താദുമാരെ തള്ളിപ്പറയുന്ന ആൾക്കാർ, ഉസ്താദുമാരെ അംഗീകരിക്കാത്ത ആൾക്കാർ, ഉസ്താദുമാരെ മദ്ഹ് പറയാത്ത ആൾക്കാർ, ഉസ്താദുമാരെ പറ്റി നല്ലതൊന്നും പറയാത്ത ആൾക്കാർ, ഉസ്താദുമാർക്ക് അവരെ പറ്റിയിട്ടും നല്ല അഭിപ്രായമൊന്നുമില്ല. ഏതെങ്കിലും ഒരാളെ പറ്റി ഒരു ഉസ്താദ് അവൻ നല്ലവനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓന് നന്നാവോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ, ഈ ചുറ്റുപാടുകളിലൊക്കെ തന്നെ പല കോലത്തിലുള്ള ആൾക്കാരും കാണും, പല രൂപത്തിലുള്ള പ്രസംഗങ്ങളും നിങ്ങൾ കേൾക്കും. അവിടെയൊക്കെ നിങ്ങൾ ഇത് മാനദണ്ഡമായി സ്വീകരിക്കണം. പതി ഉസ്താദ് പറഞ്ഞ ഈ വാക്ക് ഒരു വഹാബിക്ക് ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാവും, കുരുത്തക്കേടില്ലാത്ത വഹാബി ഉണ്ടാവില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞ ആ വാക്ക് വളരെ അടിസ്ഥാനപരമാണ്. മഹാന്മാരായ ഉസ്താദുമാർ, മഹാനായ താജുൽ ഉലമൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കമ്മുണിൽ പാപ്പയും ശിഷ്യന്മാരുമുള്ള വിഷയം പറഞ്ഞു. ഉസ്താദുമാരുടെ പൊരുത്തം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോളം തുല്യമായ ഒന്നില്ല. പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അസ്ല് തന്നെ അതാണ്. ആ സനദ് ഉസ്താദുമാരിലൂടെ എത്തുന്ന സനദ് ആരിലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന സനദ്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പഴയ കാല നമ്മുടെ നേതാക്കന്മാർ, ഉസ്താദുമാർ, അവരുടെ അധ്വാന ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അവർ അധ്വാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നമ്മുടെ മുൻഗാമികളായ മശായിഖന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ, സുൽത്താനുൽ ഉലമ,
അടക്കമുള്ള ആളുകൾ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ബാനി ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ, അവരുടെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തിരുരങ്ങാടി വാപ്പുസ്താദിനെ വല്ലാതെ സ്നേഹിച്ച ആളാണ് ഹംസ മുസ്ലിയാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല വാപ്പുസ്താദിൻ്റെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ കുടുംബം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുതഅല്ലിമീങ്ങൾ മുഴുവൻ ആളുകൾക്കും അള്ളാഹു നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. സമുദായത്തിന്, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഉഖറവിയായ ആലിമീങ്ങളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുതഅല്ലിമീങ്ങളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.